ഗൈസ്, ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ എനിക്ക് അപ്പുവിനെ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടി ഉണ്ടായിരുന്നേ. അവനെ കൊണ്ടുവിടാൻ വേണ്ടി ഞങ്ങൾ പോകുന്നതാണ് ഗൈസ് കാണുന്നത്. സോ അത് കഴിഞ്ഞിട്ട് അമ്മയുടെ കടയ്ക്കത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിരുന്നു. സോ അതൊക്കെ വാങ്ങാൻ വേണ്ടി കയറി. അവിടെ വെച്ച് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് നമ്മൾ കണ്ടു. സോ ആൾ നമ്മൾ തിരിച്ച് വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ കോളേജിൽ പോകേണ്ടതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ച് ചടപടി ഇത് റെഡിയായിട്ട് പോകുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞതിൽ എനിക്ക് വളഞ്ഞ വരിയാണ് ശീലം എന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പ് ഉണ്ട്. പക്ഷേ അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ ഞാൻ മിസ്സാക്കും. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ദൂരമൊക്കെ പോയിട്ടാണ് ബസ്സിന് കയറുന്നത്. ഇന്ന് ആകെപ്പാട് എനിക്ക് ഒറ്റ ലെസൺ ഉള്ളത്, അത് ബയോളജി ആയിരുന്നു. സോ ആ ക്ലാസ്സിലൊക്കെ പോയിരുന്നു, തിരിച്ച് പോകുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ആർക്കും ഫ്രീ അല്ലായിരുന്നു, എല്ലാവർക്കും ലെസൺസ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും തിരിച്ചു പോകുന്നു. എന്നിട്ട് ഞാൻ പോയത് ടൗണിലേക്കാട്ടോ. കാരണം നമുക്കൊരു കുട്ടി പർച്ചേസൊക്കെ നടത്താൻ വേണ്ടി ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഈ സ്ഥലമൊക്കെ ഭയങ്കര ആളൊരുങ്ങി ശൂന്യമായിട്ട് കാണുന്നത്. കാരണം ഇന്ന് വർക്കിംഗ് ഡേ ആണ്. സോ അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും മൊത്തത്തിൽ ടൗണിലല്ലായിരുന്നു. പിന്നെ ഒരു TUവിൻ്റെ ഓഫീസിൻ്റെ സെൻറ്ററിൽ കുറച്ച് ട്രാവൽ പാക്കേജ് കണ്ടപ്പോഴാണ് ഓർത്തത് നമുക്കും പോകണ്ടെങ്കിൽ ഇത് ട്രിപ്പൊക്കെ. സോ അത് കഴിഞ്ഞിട്ട് നല്ല ക്യൂട്ടല്ലേ ഈ ഡ്രസ്സ്, നല്ല റൈറ്റ് ഔട്ട് ഫ്രം ദ പിൻട്രസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഇനി ഇത് കാണുമ്പോഴാണ് എനിക്കൊരു പെങ്കൊച്ച് വേണമെന്ന് തോന്നുന്നത്. കാരണം വെച്ചാൽ നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി. സോ നല്ല പിൻട്രസ്റ്റ് ആയിട്ടുള്ള കുറേ ഡ്രസ്സുകളും ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഷൂസൊക്കെ എന്നാ ക്യൂട്ടെന്ന് നോക്കുക ഗൈസ്, നല്ല രസമല്ലേ ഗൈസ് കാണാൻ വേണ്ടി. പിന്നെ ഞാൻ ഈ കാണുന്ന ഡ്രസ്സ് ഒരെണ്ണം പിക്ക് ചെയ്തു, നിങ്ങൾ ഗസ് ചെയ്യൂ. അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ച് പോകാൻ വേണ്ടിയുള്ള സമയമായി. സോ അപ്പം ബസ് കിട്ടാൻ വേണ്ടിയുള്ളൊരു പോക്കാണ് നിങ്ങൾ കാണുന്നത്. ആ വരുന്ന ഒരു ബസ് ഉണ്ടല്ലോ, കാണാമോ ഇല്ലോ എനിക്കറിയില്ല, അതിലാണ് നമ്മൾ പോകുന്നത്. ബസ് കയറി വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഗൈസ് അത്യാവശ്യം വെട്ടവും വെളിച്ചമുള്ളതുകൊണ്ട് സൺകിസൊക്കെ അടിച്ചെന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ അപ്പുവിനെ കൊണ്ടുവരാൻ വേണ്ടി പോയി. അപ്പം അവനെ കൊണ്ടുവരാൻ വേണ്ടി പോയപ്പോൾ അവൻ വിശക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ചെറുക്കനെ കടയിലൊക്കെ കിറ്റി ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തൊരു ചേച്ചിയായി പോയില്ലേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടും കൂടെ തിരിച്ച് പോന്നു. നിങ്ങളിപ്പോൾ കാണുന്നതിൻ്റെ കുറച്ച് വർക്കൗട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഏതൊക്കെ മൂവ്സ് ആണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഗൈസ്. അങ്ങനത്തെ കുറച്ച് വിഷ്വൽസാണ്. പിന്നെ എൻ്റെ ഉള്ളിലെ കുറച്ച് കലാകാരനെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു ചേച്ചിയുടെ വീഡിയോസ് ഉണ്ടല്ലോ, അത് നല്ല മോട്ടിവേറ്റിംഗ് ആണ്. പുള്ളിക്കാരുടെ പേര് ഗ്രോയിങ് അന്നനാസ് എന്നാണെന്ന് തോന്നുന്നു എനിക്ക് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ രാത്രി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പുവിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പോയി കുളിച്ചു. അതിൻ്റെ വെട്ടം വെളിച്ചാണ് എൻ്റെ മുഖത്തിൽ കാണുന്നത്. പിന്നെ കയ്യിൽ പാണ്ട് നിങ്ങൾ മൈൻഡ് ഉണ്ട് ഗൈസ്, നമ്മുടെ വീഡിയോ എടുക്കാനുള്ള എഫേർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഗൈസ് നമ്മുടെ കുക്കീസിൻ്റെ വീഡിയോ ഉണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്ക് കൈ ചെറുതായിട്ടൊന്ന് പൊള്ളിയതാണ് അതിൻ്റെ ബേക്കിങ്ങിൻ്റെ ഇടയ്ക്ക്. സോ അപ്പം ഇന്നത്തെ ദിവസം പഠിത്തം നടന്നില്ല, ബിക്കോസ് നാളെ എനിക്ക് അവധിയാണ്. ആ ഒരു മൈൻഡ് സെറ്റിൽ ഇന്നത്തെ ദിവസം എനിക്ക് പഠിക്കാനേ എനിക്ക് തോന്നിയില്ല. സോ അപ്പം ഒരു പ്രൊഡക്റ്റീവ് വീഡിയോ ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ജസ്റ്റ് ഒരു ക്യാഷ്വൽ മടി പിടിച്ചൊരു ദിവസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ അത്യാവശ്യം അലച്ചിലായിരുന്നു എന്ന് പറയാം. So that's all for today. See you next video.